യെസ്, മലയാള സിനിമയുടെ കഥ അതാണ്. അതിൻ്റെ യഥാർത്ഥ അത് മറയുന്നു ഇല്ലെങ്കിൽ മായുന്നു എന്നുള്ളതാണ് ശ്രീനിവാസൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം നമുക്കറിയാം, അത്ര കാലം മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ, അതും പല വേഷത്തിൽ, പല സാഹചര്യത്തിൽ, പല കഥകൾ പറഞ്ഞുകൊണ്ട്, പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ അയാൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ നഷ്ടമാണ് ആ മേഖലയെ സംബന്ധിച്ച്. പക്ഷേ അതിനപ്പുറത്തേക്ക് എത്രത്തോളം സ്വാധീനിച്ചിരുന്നു ശ്രീനിവാസൻ സിനിമകൾ മലയാളികളെ എന്നതിൻ്റെ കാഴ്ച കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം അത് എങ്ങനെയാണ് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ വീട്ടിൽ, ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. മറ്റുള്ളവരെല്ലാവർക്കും സൗകര്യമൊരുക്കുന്നത് ടൗൺ ഹാളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാളെ സംസ്കാരം ഉണ്ടാകൂ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങളായിരുന്നു കൊച്ചിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങൾ അതെങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ അദ്ദേഹം വിനിമയം ചെയ്യുന്ന ആശയം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമേയം, അതൊക്കെ എത്രത്തോളം സൂക്ഷ്മമായിട്ട് അത് ഓരോ രംഗത്തിലും അദ്ദേഹം സിനിമയ്ക്കകത്തുള്ള അതിൻ്റെ കാമ്പും കരുത്തും അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എല്ലാ കാലത്തും അത് അദ്ദേഹം ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും മികവിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അദ്ദേഹം തന്നെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മികവ് അദ്ദേഹത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു കഥാപാത്രത്തിന് പോലും വീഴ്ചകൾ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ലോ ലെവലിലേക്ക് ആ ഭാഗം പോകുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് അത്ര സൂക്ഷ്മമായ അദ്ദേഹം ജീവിതത്തെയും സിനിമയെയും നിരീക്ഷിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ് സിനിമകളിൽ നിന്ന് ഓരോ സിനിമകളിലും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ശ്രീനിവാസൻ്റെ സ്ഥിരം ഒരു പാറ്റേൺ നമുക്കറിയാം. അദ്ദേഹം ഏത് ജോണർ സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്കറിയാം. അതിപ്പം സാധാരണയായിട്ട് ഇപ്പം മിക്ക സിനിമകളും അദ്ദേഹത്തിൻ്റേത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പം സമ്പന്നരുടെ സിനിമകൾ ഇല്ലെങ്കിൽ കുറച്ചുകൂടി സിറ്റിയിലേക്കുള്ള കഥകൾ, അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ ഇത് രണ്ടിലും അദ്ദേഹത്തിന് ഒരുപോലെ ആളുകളെ, ഇപ്പം ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണെങ്കിൽ അതിലൊരു നിഷ്കളങ്കത, ഒരു നിസ്സഹായത, അതൊക്കെ പൊങ്ങച്ചം പറയുക, ഇല്ലെങ്കിൽ അതിമോഹങ്ങൾ, ഇല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആ ഒരു മത്സരബുദ്ധി, അതടക്കമുള്ള കാര്യങ്ങളെയൊക്കെ അദ്ദേഹം കഥ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ആ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ശ്രീനിവാസൻ. അത് അങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്ന് തോന്നുന്നു. അതായത് ശ്രീനിവാസൻ ആ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്തിരുന്നത്, ആ കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ നിർത്തിയിരുന്നത്, ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ട്, അയാളുടെ ഒരു രീതി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അയാൾ പെരുമാറുക, എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ പൊങ്ങച്ചം പറയുന്ന ആളായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന തരം കഥാപാത്രമായിരിക്കാം. അപ്പം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ആളുകളെ അവതരിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ഇനിയിപ്പോൾ അത് മാത്രമല്ല, അവിടെ സാമൂഹ്യാവസ്ഥകൾക്ക് മാറ്റമുണ്ട്, ഇല്ലെങ്കിൽ മറ്റൊരു പ്ലോട്ടിലാണ്, മറ്റൊരു സാഹചര്യത്തിലാണ് ഈ കഥ നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു നഗരപ്രദേശത്താണ് ഈ കഥ നടക്കുന്നതെങ്കിൽ അവിടെയും എന്താണോ ആ കഥയ്ക്ക് ആവശ്യമുള്ളത്, അതിൻ്റെ രസത്തിന് യാതൊരു കോട്ടവും സംഭവിപ്പിക്കാതെ ആ യാഥാർത്ഥ്യങ്ങളെ അത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു.